എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇന്ന് നമുക്കുള്ളത് ടി വി എസിൻ്റെ എൻഡോർക്കാണ്. നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ കളറാണ്. ഇതൊരു അഡാറ് കളറാണ്. ഇതിൻ്റെ ഡിസൈനും ഗ്രാഫിക്സും ഇതിൽ റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് കളർ ഇറങ്ങിയിരുന്നത്. പിന്നെ ഇതിൻ്റെ 3D ലോഗോ ഈ എൻഡോർക്ക് ഉണ്ടോ 3D ഒക്കെയാണ് ഇവർ കൊടുത്തിട്ട്. ആ ടി വി എസിൻ്റെ ഒരു അടിപൊളി ഡിസൈൻ തന്നെ ആയിന്ന് ഇപ്പം നമുക്ക് പറയാമല്ലോ. വണ്ടി ഓട്ടിയ സമയത്ത് ഒരു ബൈക്ക് ഓട്ടിയ ഫീലാണ് കിട്ടിയത്. ഒരു സ്പോർട്ടി എന്ന് പറയാം. നമ്മളെ ചെക്കന്മാർക്കൊക്കെ പറ്റിയൊരു അടിപൊളി വണ്ടി തന്നെയാണ് ഈ എൻഡോർക്ക് 125. പിന്നെ ഇതിൻ്റെ ആക്സിലറേഷൻ ഭയങ്കര സ്മൂത്താണ്. വണ്ടി കൊടുക്കുമ്പോൾ തന്നെ കയറി പോകും. അതാണ് ഒന്നാമത്തെ ഒന്നുമില്ല, ഒരു രക്ഷയില്ല വണ്ടി. ഞാൻ ഓട്ടി ഒരു അടിപൊളി വണ്ടിയാണിത്. പിന്നെ രണ്ടാമത്തതിൻ്റെ സൗണ്ടാണ്. ഒരു സ്പോർട്സ് ഒരു ബൈക്കിൻ്റെ സൗണ്ടാണ് ഇതിന്. അത്യാവശ്യം സ്റ്റാൻഡേർഡിലൊരു സൗണ്ടും കൂടിയാണ് ടി വി എസ് വന്നിട്ടുള്ളത്. അതാണ് ഒന്നാമത്തെ ഒരു അടിപൊളി കാര്യം. നല്ല സ്മൂത്ത് ആൻഡ് സ്റ്റൈലിഷ് സൗണ്ടാണ്. ലെഗ് സ്പേസ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. ഞാൻ അത്യാവശ്യം നീളമുള്ള ഒരാളാണ്. എനിക്ക് കംഫർട്ടായിട്ട് വണ്ടി ഓട്ടാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മീറ്റർ വരുന്നത് ഒരു ഡിജിറ്റൽ മീറ്ററാണ്. അതിൽ സ്പോർട്സ് മോഡ് ഉണ്ട്, 3 സ്പോർട്സ് മോഡ് ഉണ്ട്, ഒരു സിറ്റി മോഡ് ഉണ്ട്. പിന്നെ നമുക്ക് ഫോണായിട്ട് ഇത് കണക്ട് ചെയ്യാം. നാവിഗേഷൻ നമുക്ക് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചറുള്ള വണ്ടിയാണ് ഈ ടി വി എസിൻ്റെ എൻഡോർക്ക്. സ്പോർട്ടി ആയിട്ടുള്ള വണ്ടി നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് എൻഡോർക്കാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് അലോയ് ആണ്. അതേപോലെ ഡിസ്ക് ബ്രേക്കാണ് മുന്നിൽ വന്നിട്ടുള്ളത്. അഡാർ അലോയ് ആണ്. ഒരു റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്നൊരു അലോയ് വീലാണ്. വണ്ടിക്ക് കളർ മാച്ച് ആയിട്ടുള്ളൊരു അലോയ് വീലാണ്. പിന്നെ ഡിസ്ക് ബ്രേക്കാണ് മുന്നിൽ. ബാക്കിൽ സാധാ കോൾ ബ്രേക്കാണ്. പിന്നെ നിങ്ങൾ മൈലേജും കാര്യങ്ങളും നോക്കി എടുക്കാനാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് നോക്കിയിട്ട് കാര്യമല്ല. ഒരു ആവറേജ് മൈലേജ് ഉള്ളൂ. ഒരു 35-40-45 അതേ മൈലേജിൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ മൈലേജ് കിട്ടും ഒരു 30-40 ഒരു നോർമൽ സ്പീഡ് പോവുകയാണെങ്കിൽ മൈലേജ് കിട്ടും. നമുക്ക് അത് നടക്കൂലല്ലോ. നമുക്കൊരു 50-60-70 അതല്ലേ നമുക്ക് നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ വണ്ടി എടുക്കരുത്. പിന്നെ ഇതിൻ്റെ പോരായ്മകൾ പറയുകയാണെങ്കിൽ സീറ്റിങ്ങിലാണ്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ അടിപൊളി ആയനെന്നാണ് എൻ്റെ ഒരു നിഗമനം. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഡിക്കി സ്പേസ് ഒന്നും കൂടി കൂട്ടുകയാണെങ്കിൽ ജൂപ്പിറ്റർ 125 ഡിക്കി സ്പേസ് അത്യാവശ്യം ഉണ്ട്. ഞാൻ ജൂപ്പിറ്റർ 125 ആയിരുന്നു കൊണ്ടുവരുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, സീറ്റ് തുറക്കണതാക്കലും ഫ്യൂവലിൻ്റെതും ഇവിടെയാണ്. അതൊരു നല്ലൊരു പോരായ്മയായിട്ട് തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. ജൂപ്പിറ്റർ 125 ഫ്രണ്ടിലാണ് സീറ്റിൻ്റെതും ടാങ്കും. അപ്പോൾ അത് നോക്കിയാൽ ടി വി എസ് ഒന്നും കൂടി മെച്ചപ്പെടുന്നതാണ് എൻ്റെ ഒരു നിഗമനം. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സർവീസ് കോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് സർവീസ് ഒരു 600-700 രൂപ. വാട്ടർ സർവീസും ഓയിൽ ചാർജും ഒരു 3 സർവീസാണ് ഫ്രീ വരുന്നത് ടി വി എസിൻ്റെ. പിന്നെ ആക്സറീസൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഞാൻ ജൂപ്പിറ്റർ കൊണ്ടുവരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഇതുമായപ്പോൾ അതൊരു വേറെ ഫീലാണ്. നിങ്ങൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തിട്ട് എടുക്കുക. നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ ഇഷ്ടം അത് എടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റ. അപ്പോൾ ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക.